ഷോർട്ട് വീഡിയോയിൽ ഞാനൊരു വലിയ വീഡിയോ എടുക്കുമെന്ന് ഫുൾ വീഡിയോ. അപ്പോൾ അതാണ് എന്തിൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഗുരുവായൂരിൽ അമ്പലത്തിൽ പോണ വീഡിയോ ആണ്. എൻ്റെ അച്ഛൻ്റെ വീട്ടിലല്ലേ ഗുരുവായൂരല്ല, അത് അമ്പലത്തിൽ പോണ വീഡിയോ ആണ്. ഓണത്തിൻ്റെ ഞാൻ ചിലപ്പോൾ എടുക്കും. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ആദ്യമായിട്ടാണ്. ആദ്യം ഫസ്റ്റ് എടുത്തൊക്കെ ഡാൻസിൻ്റെ ഫുൾ വീഡിയോസ് ഒക്കെയാണ്. ഇപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ട്. എനിക്ക് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആൾക്കാർ എങ്ങനെ പറയണതൊക്കെ. പിന്നെ നമ്മളെ യൂട്യൂബിൽ അറിയാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അറിയുന്നതേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അമ്മ പറഞ്ഞു ഒരു ഫുൾ വീഡിയോ ഒന്ന് എടുക്കാൻ ഗുരുവായൂര് അങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എടുക്കാം അമ്മ ഇപ്പൊ തന്നെ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാന് പ്രാർത്ഥിച്ചിട്ട് വരുവാണ്. ഗുരുവായൂരമ്പലത്തിലല്ല, ഞാനിപ്പം താഴെ വിളക്കത്തിക്കുമല്ലോ വൈകുന്നേരം. അപ്പൊ അവിടെ പ്രാർത്ഥിച്ചിട്ട് വരുവാണ്. അതുകൊണ്ടാണ് ഭസ്മ. അപ്പൊ ഞാന് പറയാൻ വന്നേ, ഓണത്തിന്റെ വീഡിയോ ഉറപ്പായിട്ടും എടുക്കും. പിന്നെ ഗുരുവായൂരമ്പലത്തിൽ പോണ ഈ ഡ്രസ് അല്ല ഇത്, ഞാനിപ്പം ഇപ്പൊ ഇട്ടതേ ഉള്ളൂ. ഈ ഡ്രസ്സൊക്കെ മാറണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരെടുക്കണേ ഈ വീഡിയോ ഞാൻ കാണിച്ചത്. ഇതെന്റെ അനിയത്തിയാണ് എടുക്കണ വീഡിയോ. ഹായ് കാണിച്ചേ. അപ്പതാ ഓക്കെ. അപ്പൊ ഞാന് താഴോട്ട് പോവാം. അത് ഞാൻ എടുക്കാം വീഡിയോ. തുള്ളി ചാടി പോണത് എൻ്റെ അനിയത്തിയാണ്. ഹായ് അനിക്ക് അനിയത്തി. ഓക്കെ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ഞാൻ വീടും കൂടെ ചുറ്റി കാണിക്കും. പോയിക്കോ പോയിക്കോ. അപ്പം ഈ അനിയത്തി നിങ്ങൾക്ക് ഒരു അനിയത്തിയുടെ പേര് പറഞ്ഞില്ലല്ലോ, ഷാൻവി എന്നാണ് കേട്ടോ. ഇച്ചെന്ന് ഞങ്ങൾ വിളിക്കും. പിന്നെ ഇതാരാന്ന് മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മ. അപ്പം ഇതാണ്. ഞാൻ എല്ലാ ഫുള്ളും കാണിക്കാം. അപ്പം ഞാൻ വീഡിയോ ഇതൊന്ന് ഫുള്ള് കാണിക്കട്ടെ. ഓക്കെ, നമുക്ക് വീട് മൊത്തം ഫുള്ള് കാണിച്ചാലോ. ഫ്രണ്ട്സ് വന്നു. ഹലോ. അച്ഛന് യൂട്യൂബ് ചാനലുണ്ട്, ശ്രീജിത് ഗുരു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നിങ്ങൾ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലോട്ട് അകത്തോട്ട് പോവാൻ. കമോൺ. ഇതാരെന്നറിയാം? അച്ഛനാട്ടോ. ഇതാണ് അച്ഛമ്മ. അച്ഛമ്മ ഞാൻ പറഞ്ഞു ചേട്ടാ. അച്ഛമ്മ ഹായ് കാണിക്കൂ. അച്ഛമ്മയുടെ പേര് അജിതേ എന്നാണ്. അപ്പോൾ നമുക്ക് വീട് മൊത്തം ഫുള്ള് കാണിച്ചിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്താം. ഹലോ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഫാസ്റ്റിൻ്റെ മുറി കാണിക്കാം. ഇതവിടെ ഭഗവാന്റെ മുറിയാണ്. ഭഗവാന്റെ മുറി എല്ലാവരും ഉപയോഗിക്കുന്ന മുറിയാണ്. അച്ചാച്ചനൊക്കെ കിടക്കണൊക്കെ മുറിയാണ്. അച്ചാച്ചൻ എന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ. ഇതിൻ്റെ കൃഷ്ണൻ, അത് ഗണപതി. ഇത് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ്. മൊത്തം മേക്കപ്പ് സാധനങ്ങളാണ്. ഞാൻ അടുത്ത റൂമിലോട്ട് പോവാം. മോളെ തന്നെ മോളെ ചക്കു ഇങ്ങോട്ട് വന്നേ. എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛമ്മയുടെ റൂമാണ്. അച്ഛമ്മയുടെ റൂം പറ അച്ഛമ്മയുടെ റൂം എന്തോ? അച്ഛമ്മ റൂമാണ് ഇതാ. അച്ഛമ്മയുടെ റൂമിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്? അച്ഛമ്മയുടെ റൂമിൽ ബെഡുണ്ട്, ഷീറ്റുണ്ട്, തലാണയുണ്ട്. പിന്നെ നമ്മുടെ മൈലൊക്കെ വെച്ച് അമ്മച്ചി കളിക്കുന്ന സാധനങ്ങളുണ്ട്. പിന്നെ പൗഡർ ഉണ്ട്, ചീപ്പുണ്ട്, ലോഹസവം, കൺമഷിയുണ്ട്, ലോഹാസവം. പിന്നെ ചീപ്പ് പറഞ്ഞില്ല, കണ്ണാടി പറഞ്ഞില്ല, ലൈറ്റ്സ് പറഞ്ഞില്ല, ഫാന് പറഞ്ഞില്ല, പിന്നെ ജനല് പറഞ്ഞില്ല. ഞങ്ങൾക്ക് അടുത്ത റൂമിലോട്ട് പോവാം. ഓക്കെ, കിച്ചൺ ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. ഞാനോട്ട് പോവാം. അതെ, അടുത്ത് കാണാം. ഞാനൊരു കാര്യം കാണിക്കട്ടെ. ഇങ്ങനെ ആക്കുമ്പോൾ ഓഫ് അല്ലേ, പക്ഷെ ഇങ്ങനെ ആക്കുമ്പോൾ ഓണാ. ഇങ്ങനെ ആക്കുമ്പോൾ ഓഫ്. മേലോട്ട് പോ. വീഴും.
എനിക്കൊന്ന് പെട്ടെന്നൊന്ന് വീഡിയോ എടുക്കണ്ടതായിരുന്നു. അപ്പൊ പിടിച്ചോളൂ ക്യാമറ. അപ്പൊ ഫ്രണ്ട്സ് അടുത്ത നമുക്ക് എന്റെ മുറി കാണിക്കാം. അവിടെ ഒരു മുറിയുണ്ട്. ഇതെന്റെ കസിന്റെ മുറിയാണ്. പാടാൻ വേണ്ടി തുറക്കാൻ. അപ്പൊ ഇതെന്റെ അമ്മയുടെ റൂമാണ്. അല്ല ഇത് ഞങ്ങളുടെ റൂമാണ്. ഇത് ബാക്കിലോട്ട് ഓക്കെ ഫ്രണ്ട്സ്, അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രസ്സ് മാറ്റേണ്ടതാണ്. അതുകൊണ്ട് വീഡിയോ നമുക്ക് ബാക്കി വന്നിട്ട് എടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ കാണിക്കും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ പോവാണ്. ഞാൻ മൈക്കൊക്കെ ഊരി വെച്ചു. ഞാൻ പോവാണ്. അപ്പം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡ്രസ്സ് ഞാൻ ഒരുങ്ങിയത് പതുക്കെയാണെങ്കിൽ ഞാനാ ഫസ്റ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം അമ്പലത്തിയിട്ട് ബാക്കി കാണാം. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ കുറേ മെറ്റീരിയൽസ് സാരിയൊക്കെ ഉണ്ട്, നല്ല ഡ്രസ്സുണ്ട്. പിന്നെ ഞങ്ങൾ പട്ടുപാവാട, ബ്ലൗസ്, മുണ്ട് അങ്ങനെയൊക്കെ കുറേ ഉണ്ട് ഇവിടെ. അപ്പം എനിക്കൊരു ടോയ് മേടിക്കണമെന്നുണ്ട്. നമുക്ക് ടോയ് മേടിച്ചലച്ച് അപ്പാച്ചൻ ടോയ് മേടിച്ചാലാണ് പറഞ്ഞു. ഇവിടെ ഉണ്ടോ ഈ പുറകിലത്തെ ഭാഗത്ത് ഞാനിപ്പോൾ പുറകിലത്തെ ഭാഗം കാണിച്ചില്ലേ, അവിടെ മുണ്ടും സാരിയും ഒക്കെ ഇതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കത്തില്ലായിരിക്കും. ഞാനിത് എഡിറ്റ് ചെയ്യും. അപ്പോൾ അതിലൂടെ സൗണ്ട് വരുത്തും. അമ്മ ഇപ്പം നമ്മൾ ടോയ്സ് കടയിൽ എത്തിയിട്ട് കാണാം. നമ്മൾ വേറെ കടയിൽ കയറാന്ന് വെച്ചാൽ അവിടെ ഒരു ക്വാളിറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഇതില്ല. നമ്മുടെ ഗുരുവായൂരത്തം ആ കടയിലും ഇല്ല. ഒരു കടയിലും കൂടെ കയറി ആ കടയിലില്ല. നിങ്ങൾ വിചാരിക്കും എല്ലാ കടയിലും കയറി അത് എന്ത് സാധനം, ഒരു കടയിൽ മാത്രം കയറിയാൽ പോരെ. അതൊരു സാധനമാണ്, അത് വീട്ടിലെത്തിയിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഒരു കട നോക്കിക്കൊണ്ടിരിക്കാം. ഒരു കട കിട്ടി. അപ്പോൾ അവിടെ നിന്ന് അത് മേടിക്കട്ടെ. ആ സാധനം മേടിച്ചു. നിങ്ങൾ ശരിക്കും എല്ലാ കടയിലും കയറി അത് എന്ത് സാധനമാണ് വീട്ടിൽ നേരിട്ട് കാണിച്ചാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോകും. ഞെട്ടില്ല, അതെല്ലാവർക്കും അറിയാമായിരിക്കും. ട്രെൻഡിങ് ആണ് അത്, എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓൺലൈനിൽ ഫസ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അവിടെ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെ അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതെൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ നമുക്ക് മേടിക്കാം. വീട്ടിൽ ചെന്നിട്ട് കാണാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിന്ന് ഒരു സാധനം കൊണ്ടുവരും എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് ഞങ്ങൾ കാണിച്ചിട്ട് പറയുന്നുള്ളൂ. നിങ്ങൾ ഗസ് ചെയ്യണം എന്താണെന്ന്. നിങ്ങൾ ഗസ് ചെയ്യണം. ഇതിപ്പോ ട്രെൻഡിങ് സാധനമാണ്, നിങ്ങൾക്കറിയാം. 1 2 3 സ്റ്റാർട്ട്. ലബൂബു. അപ്പൊ നമുക്ക് ഇത് ഏത് കളറാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിക്കുന്ന ഈ ഗ്രീൻ ഇല്ലേ, ഗ്രീൻ ആയിരിക്കും. ഇച്ചി വിചാരിക്കുന്ന ഈ ലാവൻഡർ ആയിരിക്കും. നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് ഒരുമിച്ച് തുറക്കാം. ഒരു ഗ്രീനും യെല്ലോ ഷെയ്ഡ്, ഈ യെല്ലോ ഷെയ്ഡ് പിങ്കും കൂടെ ഉള്ള ഒരു ലബൂബയാണ്. നല്ല രസമുണ്ട്. അപ്പൊ ഇതാട്ടെ നമ്മുടെ ലബൂബു. അടിപൊളി ലബൂബയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ കളറാണ് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ